ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് നമ്പർ 84, ഡേ 83. ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ തന്നെ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ വിചാരിച്ച പോലൊന്നും അത്ര ഒരു ഇമ്പാക്റ്റ് ഒന്നും ഈ ഒരു എപ്പിസോഡ് ഉണ്ടാക്കില്ല എന്ന് പ്രൊമോയ്ക്കകത്ത് തന്നെ എവിഡന്റ് ആയിരുന്നു. അതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രൊമോയിൽ നമ്മൾ എന്താണോ കണ്ടത് അതിന്റെ 100% നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു എപ്പിസോഡായിരുന്നു ഗൈസ്. എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ അല്ലാതെ ടോട്ടലി ഡിസപ്പോയിന്റഡ് ആണ്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ചർച്ച ചെയ്യേണ്ട പല ഡിസിഷൻസും എടുക്കേണ്ട സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻസ് പറയേണ്ട ഒരു എപ്പിസോഡാണ് കഴിഞ്ഞത്. ഇവിടെ ലാലേട്ടൻ വന്നിട്ട്, വിത്ത് ഓൾ റെസ്പെക്ട് ലാലേട്ട ആൻഡ് ഓൾ റെസ്പെക്ട് ടു ദ ഷോ, ഇവിടെ ലാലേട്ടൻ വന്നിട്ട് ചെയ്തത് ഫോർ മീ എനിക്ക് തോന്നിയത്, എന്താണ് നെവിൻ, എന്താണ് നിന്നെ ഞാൻ ചെയ്യേണ്ടത്? നെവിൻ പറയും നിന്നെ എന്താണ് ചെയ്യുക. ലാലേട്ടൻ അവരെടുത്ത് ചോദിക്കുകയാണ്. ലാലേട്ടൻ യു ആർ ദ കിങ് ഓഫ് ദ ഷോ. ലാലേട്ടൻ അവരെടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ കമാൻഡിങ് പവർ ഉണ്ട്, ഒപ്പീനിയൻസും ഡിസിഷൻസും എടുക്കാനുള്ള എക്സ്ട്രീം പവർ നിങ്ങൾക്കുണ്ട്. യു ആർ ദ കിങ് ഓഫ് ദ ഷോ. ഇതൊന്നും പറയാൻ സീരിയസ്ലി ഞാൻ ആരുമല്ല. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി പറയാൻ ഞാൻ ആരുമല്ല. പക്ഷെ ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ ബിഗ് ബോസ് ഷോ കാണാനിരിക്കുമ്പോൾ നമുക്കുണ്ടായ ഓഡിയൻസിനുണ്ടായ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കിയിട്ട് ലാലേട്ടൻ അതനുസരിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ അവരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഉണ്ടായില്ല. അതിന്റെ ഒരു വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. സീരിയസ്ലി അതിന്റെ ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ ഇത് ഈ എപ്പിസോഡ് മാത്രമല്ല, ലാസ്റ്റ് ഒരു 2-3 വീക്സ് ആയിട്ട് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ലാലേട്ടൻ വരുന്നു, അവരുടെ നാവ് കൊണ്ട് പറയുന്നത് ലാലേട്ടൻ കേൾക്കുന്നു. ഓക്കെ നെക്സ്റ്റ്, ശരി ഓക്കെ, ഈ ഒരു മൂഡിലാണ് ലാലേട്ടൻ ലാസ്റ്റ് ഒരു 2-3 വീക്സ് ആയിട്ട് ലാലേട്ടന്റെ എപ്പിസോഡിനകത്ത് കണ്ടുവരുന്ന ഒരു പാറ്റേൺ. ഇപ്പൊ ലാലേട്ടൻ അവിടെ ഒരു സ്ട്രോങ് ഡിസിഷൻ പറയുകയോ പ്രേക്ഷകരുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അത് വെച്ചിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ കാണുന്നില്ല. എനിക്കൊന്ന് പുള്ളിക്കാരൻ ഈ ഷോ മടുത്തു തോന്നുന്നു സീരിയസ്ലി. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നൊരു മൈൻഡ് സെറ്റിൽ ലാലേട്ടൻ നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. സത്യമായിട്ടും എനിക്ക് അങ്ങനെ തോന്നി. ഇന്ന് ലാലേട്ടന്റെ വായിൽ തന്നെ വന്നൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങളുടെയൊക്കെ മഹാഭാരതമാണല്ലോ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. ആ ഒരു ഡയലോഗിനകത്ത് തന്നെ ഉണ്ട്. പുള്ളി ഇത് മടുത്തു എന്ന് തോന്നുന്നു സത്യമായിട്ട്. പ്രേക്ഷകർ എന്തായാലും മടുത്തിട്ടുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാം. ഞാൻ ഇതെങ്ങനെയും ഒന്ന് പണ്ടാരം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാനിരിക്കുന്നത്. നമുക്ക് ഓരോ ആഴ്ച കഴിഞ്ഞു പോകുമ്പോഴും ബിഗ് ബോസ് ഷോയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന വീക്കെൻഡ് എപ്പിസോഡ്സ് ആണ്. ഇപ്പം തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള എപ്പിസോഡ്സ് കണ്ടില്ലെങ്കിലും വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടന്റെ ഷോ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് വേണ്ടിയിട്ട് ഹോട്ട്സ്റ്റാറും ടിവിയും വെച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ലാലേട്ടൻ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഇന്ന് ലാലേട്ടൻ അത് ചോദിക്കും. നെവിൻ കാണിച്ച ചെറ്റത്തരത്തെ പറ്റി ലാലേട്ടൻ സംസാരിക്കും. ഒരു സ്ട്രോങ് ആയിട്ട് ലാലേട്ടന്റെ ഒപ്പീനിയൻ അവിടെ നെവിനെ അടുത്ത് മുഖത്ത് നോക്കി പറയും. പ്രേക്ഷകർക്കുണ്ടായ രോക്ഷം അത് എന്താണോ ആ ഒരു രീതിയിൽ ലാലേട്ടൻ അവിടെ കൺവേ ചെയ്യുമെന്ന് നമുക്ക് തോന്നും. നമ്മൾ വിചാരിക്കും, നമ്മൾ ഓഡിയൻസ് അങ്ങനെയാണ്. നമ്മുടെ ഒരു പ്രേക്ഷകരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ലാലേട്ടൻ അകത്തോട്ട് പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നും നത്തിങ്. ലാലേട്ടൻ വരുന്നു, ചോദിക്കുന്നു, കേൾക്കുന്നു, പോകുന്നു. സോ ഇതല്ലാതെ 1-2 കാര്യങ്ങൾ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് എവിക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. നെവിൻ എവിക്റ്റ് ആയില്ലെങ്കിൽ നാളെ നെവിൻ ഒരു പണിഷ്മെന്റ് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, പണിഷ്മെന്റിന്റെ അല്ല, ഈ വട്ടം കൊടുത്ത പണിഷ്മെന്റ് ഒന്നും ഇതുവരെ ആരും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് വെച്ച് മറ്റുള്ളവരുടെ തുണി കഴുകണം എന്ന് ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ആരും ചെയ്തില്ല. അതിനെ പറ്റിയുള്ള ഒരു ഫോളോ അപ്പും പിന്നീട് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നോ ലാലേട്ടന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ജയിൽ ടാസ്കിനകത്തോട്ട് വന്ന സമയത്ത് ആദ്യത്തെ ഒനീലും ജിസയിലും ജയിലിൽ കിടന്ന സമയത്തുള്ള ആ ഒരു ജയിൽ ടാസ്ക് കണ്ടപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. ഓക്കെ, ഇവർ കാണിക്കുന്ന തോന്നിവാസത്തിന് ചോദ്യം ചെയ്യാൻ ഒരു പ്രോപ്പർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ജയിലിലോട്ട് ആളുകൾ പോകാൻ മടിക്കുന്ന രീതിയിലുള്ള ഒരു ജയിൽ ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ജയില് ഒരു തണുപ്പ് മട്ടിലായി പോയി. അവിടെയും നിരാശ. എന്തൊക്കെ പണിഷ്മെന്റ് കൊടുത്താലും വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ലാലേട്ടന്റെ വാഗൊണ്ട് പറയുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും പണിഷ്മെന്റിനകത്ത് കിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. അത് ഇത്രേ ഉള്ളൂ പണിഷ്മെന്റ്. ചില പേജുകൾ ഞാൻ കണ്ടു കൊടുക്കുന്ന പണിഷ്മെന്റ് എന്താണെന്ന്. എനിക്കറിയില്ല അതിനകത്ത് ജെനുവിൻ ആണോ ഇല്ലയോ എന്ന് അറിയില്ല. ഞാൻ എന്താണെങ്കിലും അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതും എനിക്ക് തോന്നണില്ല ലാലേട്ടൻ സംസാരിക്കുന്ന പോലെ ഒരു ഇമ്പാക്ട് അതിനുണ്ടോ എന്ന്. അത് നിങ്ങളിത് കണ്ടിട്ട് പറയേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകാം ഗൈസ്. സീരിയസ്ലി ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് റിവ്യൂ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. ലാലേട്ടൻ ചൂണ്ടിക്കാട്ടിയില്ലെന്ന് പറയുന്നില്ല, ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്ന ഒരു രീതി ഉണ്ട്, അതവിടെ കൊള്ളും. അത് അവന് കൊള്ളണം. അത് ജനങ്ങൾക്ക് മനസ്സിലാവണം. അവിടാണ് ആ ഒരു എപ്പിസോഡിന്റെ ആ ഒരു ഷോന്റെ ഒരു USP ഇരിക്കുന്നത്. ഇന്ന് നെവിന്റെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ത്രൂ വോട്ട് അവൻ ഇങ്ങനെ
ഇങ്ങിരുന്നത് പക്ക ഫേക്ക് പരിപാടിയാണ് അവൻ കാണിക്കുന്നത്. ഇവൻ ഇത് ആദ്യമായിട്ടല്ല ഇവൻ ഇത് ചെയ്യുന്നത്. അന്ന് ഷാനവാസ് നെവിൻ ആ ഒരു മറ്റേ കുൽസിതം ഇഷ്യൂ വന്ന സമയത്ത് ലാലേട്ടൻ വന്ന് അത് കീറി എന്ന് പറയുന്ന ആ ഒരു എപ്പിസോഡ് നോക്കുവാണെങ്കിൽ നെവിൻ കംപ്ലീറ്റ് ഈ ഒരു ഇതാണ്. ഇയാൾ എന്തോ ഒരു സമരത്തിന് ഇരിക്കുന്ന പോലെ. ഇന്ന് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന പോലെ ആര്യൻ മറ്റേ സിഗരറ്റ് റൂമിൽ പോയിട്ട് നെവിനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ നീ വിഷമിക്കുന്നത്? അനുമോളെ വലിച്ചു കീറിയ പോലെ, ഷാനവാസിനെ വലിച്ചു കീറിയ പോലെ അതിന്റെ 100-ൽ 1 അംശം പോലും നിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. നെവിന്റെ അടുത്താണ് ലാലേട്ടൻ വന്ന് ചോദിക്കുന്നത്, മോനെ നിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, വാട്ട് എവർ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നോക്കാം. സോ ലാലേട്ടൻ വന്നു. ഒരു കാര്യം ആദ്യം തന്നെ പറയാം, ഇന്നത്തെ ലാലേട്ടന്റെ കോസ്റ്റ്യൂം അത്യാവശ്യം നല്ല ബോറായിരുന്നു. സത്യമായിട്ട് നല്ല ബോറായിരുന്നു ഇന്നത്തെ ലാലേട്ടന്റെ കോസ്റ്റ്യൂം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഇത്രയും ഭാഗം ഓക്കെ, ആ താപ്പോട്ടൊക്കെ കിടക്കുന്നത് ഒരുമാതിരി എന്താ പറയാ, ഒരു സ്റ്റിച്ചിങ് ഒന്നും പ്രോപ്പർ അല്ലാത്ത പോലെ അതിന്റെ എൻഡൊക്കെ തോന്നി. അതൊരു പുള്ളിക്കാരൻ തന്നെ ഒരുമാതിരി അൺകംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി, പോക്കറ്റിലൊക്കെ കൈ ഇട്ടിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഒപ്പീനിയൻ ആണ്, ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് അത്ര അങ്ങോട്ട് സൂചിച്ചിട്ടില്ല ഇന്നത്തെ ലാലേട്ടന്റെ കോസ്റ്റ്യൂം. ലാലേട്ടൻ വരുന്നു, കഴിഞ്ഞ ദിവസത്തെ ഇവരുടെ ആ ഒരു വീഡിയോ എല്ലാം പ്ലേ ചെയ്യുന്നു. എന്നിട്ട് ആദ്യം തന്നെ തുടക്കം തന്നെ നെവിനെയാണ് പോകുന്നത്. എന്താ നെവിൻ, എന്താണ് നിനക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് നെവിനെ പൊക്കാണ്. എന്നിട്ട് അതിനുശേഷമാണ് ഇവരുടെ ആ ഒരു തല്ലിന്റെ വീഡിയോ, വെള്ളമൊക്കെ എടുത്തൊഴിക്കുന്ന അനുമോളുടെ ആ ഒരു വെള്ളം എടുത്തൊഴിക്കുന്ന വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇവിടെ ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ഉണർത്താൻ വേണ്ടി ബിഗ് ബോസ് ഉണ്ട്, നമ്മൾ ആരെടുത്തും പറഞ്ഞിട്ടില്ല മുഖത്ത് വെള്ളം കോരി ഒഴിച്ച് ഉണർത്തണമെന്ന്. ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഇതിന്റെ ഒപ്പീനിയൻ ആദ്യം ചോദിക്കുന്നത് സാബുമോന്റെ അടുത്താണ്. എന്താ സാബുമോൻ, അവന്റെ അടുത്ത് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം ആദ്യം ചോദിക്കുന്നത് സാബുമോന്റെ അടുത്ത്. ഈ മോനെന്തേ എനിക്ക് വരത്തുള്ളൂ, മാനൊന്നും വരില്ല, നിനക്ക് വേറെ എന്തെങ്കിലും പേരിട്ടോ പോരായിരുന്നു. ഇവനെ നല്ലൊരു പേരുണ്ട്, ആകാശ്. പിന്നെ അവന്റെ അച്ഛന്റെ പേരെ കണ്ടാണ് സാബു എന്ന്. അതാണ് ഇവൻ സാബുമാൻ ഇട്ടേക്കുന്നത്. ആകാശ് അങ്ങനെ പോരായിരുന്നോടാ മോനെ, നല്ല പേരല്ലായിരുന്ന സാബുമാൻ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ബെസ്റ്റ് ആണോടാ ലാലേട്ടൻ ആദ്യത്തെ ഒപ്പീനിയൻ ചോദിക്കും സാബുമാന്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് ആര്യന്റെ അടുത്ത് ഈ ഒരു ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആര്യൻ എണീറ്റ് എന്ന് പറയുകയാണ്, നെവിൻ ചെയ്ത പ്രവൃത്തി വളരെ മോശമാണ് ലാലേട്ട, ഇവന് ലേശം ഉളുപ്പുണ്ടോ നോക്കണേ. ആദ്യം അനുമോളുടെ മുഖത്ത് വെള്ളം കൊടാൻ വേണ്ടിയിട്ട് കപ്പിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തത് ആര്യനാണ്. അതിനുശേഷം ഈ മറ്റേ ചരുവത്തിനകത്ത് ആ വെള്ളം പിടിച്ച് അനുമോളുടെ ബെഡിനകത്ത് ഇട്ടതിന് ശേഷം അത് കണ്ട് ഏറ്റവും കൂടുതൽ കൈയടിച്ച് ആഹ്ലാദിച്ചത് ആര്യനാണ്. എന്നിട്ട് അവൻ വന്ന് പറയുന്നത് വളരെ മോശമാണെന്ന്. എടാ, എന്ത് സ്റ്റാൻഡാണുള്ളത് ഈ മനസ്സിലാവണില്ല. ഇത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നീ എന്തിനാ കിടന്ന് വേളം വെച്ചതെന്ന്. അവിടേക്ക് ലാലേട്ടന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, നീ എന്തിന് കൈയടിച്ചു? അതൊന്നും ചോദിക്കുന്നില്ല ലാലേട്ടൻ. നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് വിടുകയാണ്. നീ എന്തിന് കൈയടിച്ചു എന്നൊരു ചോദ്യം പോലും ചോദിക്കുന്നു. ഇവിടെ ഇവര് പറയുന്ന ലാലേട്ടൻ ഒപ്പീനിയൻ ചോദിക്കുന്നു, പറയുന്നു, കേൾക്കുന്നു, നെക്സ്റ്റ്. ഇതാണ്, ഈ ഒരു പാറ്റേണിലാണ് ഇപ്പൊ പോകുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു പാറ്റേൺ പിടിച്ചതെന്ന്. ബിഗ് ബോസ് തീരാൻ വേണ്ടി പോവുകയാണ്, ഇനി ഇവർക്ക് അധികം പ്രഷർ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ചോദിക്കേണ്ട പല കാര്യങ്ങളും അവിടെ സ്റ്റേൺ ആയിട്ട് ചോദിക്കുന്നില്ല, എനിക്ക് തോന്നിയത്. അതായിട്ട് നെവിനെ ഒക്കെ പൊക്കിയിട്ട് പറയുന്നുണ്ട്, നെവിനെ പറ്റി ഒരുപാട് കംപ്ലൈന്റ് ഞങ്ങൾക്ക് വരുന്നുണ്ട്, ഏഷ്യാനെറ്റ് വരുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താണെങ്കിലും ഒരു തീരുമാനം എടുക്കും, അക്ബർ പറയൂ, ബാത് കഥം. ഇത് കേട്ട് അനുമോൾ എണീറ്റ് നിന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഫാമിലി വീക്ക് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നെവിന് മനസ്സിലായി, നെവിന് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ്, അവൻ ഇവിടെ കടന്ന് എന്ത് തോന്നിയാസം കാണിച്ചാലും ആളുകൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു ചിന്ത നെവിനുണ്ട്. ഇത് കറക്റ്റ് ആണ്, അവൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, അവനത് പലരിടത്തായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഈ ഫാമിലിയൊക്കെ വന്ന സമയത്ത് ഷാനവാസിന്റെ മകള് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം നെവിനെയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അനീഷിന്റെ അമ്മ വന്ന സമയത്ത്, അനീഷിന്റെ അമ്മ ഡബിൾ സ്റ്റാൻഡ് ആണ്, അത് വേറെ കാര്യം. അനീഷിന്റെ അമ്മ വന്ന സമയത്ത് ആ ഗേറ്റിനെടുത്ത് വെച്ച് നെവിനാണ് എന്റെ ഫേവറേറ്റ്, ഞാൻ നെവിന്റെ ഫാൻ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരത്തി. അപ്പൊ പലരും വരുമ്പോൾ നെവിന്റെ പേര് അങ്ങനെ എടുത്തു പറയുമ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് ഇവൻ തന്നെ വിചാരിക്കുന്നുണ്ട്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും സൂപ്പർ പ്ലെയർ. എന്തിനു കൂടുതൽ പറയണം, അതിന്റെ അകത്ത് തന്നെ പല ടാസ്ക് കൊടുക്കുമ്പോഴും അകത്തുള്ളവർ തന്നെ നെവിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിന്റെ ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി, ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, അതിനകത്ത് ദ ട്രെൻഡ് സെറ്റർ എന്നും പറഞ്ഞിട്ട് നെവിനെയാണ് എല്ലാവരോടും സെലക്ട് ചെയ്യുന്നത്. ഇവിടെ വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് നെവിനെയാണ് സെലക്ട് ചെയ്യുന്നത്. PR-ന്റെ ഇതില്ലാതെ സ്വന്തമായിട്ട് കളിച്ച് നിൽക്കുന്ന ഒരു സ്ട്രോങ് പ്ലെയർ എന്നും പറഞ്ഞ് അങ്ങനത്തെ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ നെവിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള പല ടാസ്കിലും അവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും സൂപ്പർ പ്ലെയർ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും ബിഗ് ബോസ് കൊടുക്കുമ്പോൾ അതിന്റെ അകത്തുള്ള ആളുകൾ തന്നെ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന നെവിനെയാണ്. ഇപ്പൊ പുറത്തായി കഴിഞ്ഞാൽ ബിന്നി എടുത്ത് ചോദിച്ചപ്പോൾ ബിന്നി പറയുന്ന സൂപ്പർ പ്ലെയർ നെവിനാണ്.
ലക്ഷ്മി പറയുന്നത് സൂപ്പർ പ്ലെയർ നെവിനാണ്. എല്ലാവരും ഇവനെ പാമ്പർ ചെയ്ത് നെവിനെ സൂപ്പറായിട്ട് കളിക്കണടാ. റെനവ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് വരെ റെനയും ഇവിടെയും സൂപ്പർ പ്ലെയർ നെവിനായിരുന്നു. അപ്പൊ ഓരോരുത്തരും വന്നിട്ട് നെവിൻ കിടിലം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവൻ കേൾക്കുന്നത്, നാട്ടുകാർ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പൊ ഇത് ഇവന്റെ മൈൻഡിലുണ്ട്. ഇവൻ ഇത് അറിഞ്ഞതിന് ശേഷം എക്സാക്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആ പുറത്ത് പോയില്ലേ, ഇവൻ ഇറങ്ങി ഓടിയിട്ട് പുറത്ത് വന്നതിന് ശേഷം ഇവൻ കംപ്ലീറ്റ് മാറി. ഇവന്റെ ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ഇവനെ അകത്തോട്ട് വിട്ടത്. ഇതാണ് ഇവന്റെ മൈൻഡിൽ ഇരിക്കുന്നത്. ആ ഒരു കാര്യം ഇന്ന് കൃത്യമായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. നീ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട, ഒരു സപ്പോർട്ടും നിനക്കില്ല എന്നുള്ള ഒരു സാധനമാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞു വെക്കുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. അല്ലാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവം ഒന്നും ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇവർ ബിഗ് ബോസിന്റെ തുടങ്ങുന്ന സമയത്ത് ഇവർ കുറെ പ്രൊമോസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പ്രൊമോയ്ക്കകത്ത് ലാലേട്ടൻ ട്രോളുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ ഒരു സേഫ് ഗെയിം കളിക്കുന്നു, ഇച്ചിരി ഒരു തണുത്താണ് നിൽക്കുന്നത് എന്നും പറഞ്ഞ് ലാലേട്ടനെ ട്രോളുന്നുണ്ട്. അത് ഈ വട്ടം നടക്കത്തില്ല എന്നുള്ള രീതിയിൽ ആ ഒരു പ്രൊമോയെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു ലാലേട്ടന്റെ ആദ്യത്തെ കുറച്ചാഴ്ചകളിലെ പെർഫോമൻസ്. കാര്യം തീയായിരുന്നു. ആ രീതിയിൽ ലാലേട്ടൻ നിന്നിട്ടുണ്ട്. നമ്മളതിന് വിചാരിച്ചു പോളി കിടിലം. ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടതാണ്. തെലുഗു ടീംസ് ലാലേട്ടന്റെ ആ ഒരു പെർഫോമൻസ് കട്ട് ചെയ്ത് റീലാക്കിയിട്ട് വി നീഡ് എ ഹോസ്റ്റ് ലൈക്ക് ഹിം എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടേക്കുന്നു. അതിന്റെ അടിയിൽ ഈ തെലുങ്കന്മാരൊക്കെ വന്നിട്ട് മാരെ കമന്റ് ഒക്കെ ഇട്ടിട്ട് പോയേക്കുന്നു. സൂപ്പർ എന്നും പറഞ്ഞു ലാലേട്ടൻ കിടിലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ട് പോയേക്കുന്നു. പിടികിട്ടിയ അത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ വീണ്ടും പഴയ ആ ഒരു പാറ്റേണിലോട്ട് മാറി. എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കാട് കീറി എന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം ലാലേട്ടൻ തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു, ഇവരെ കൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ക്രെഡിബിലിറ്റി രക്ഷിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ലാലേട്ടനുള്ളൂ എന്നാണ് എനിക്ക് പിന്നീട് തോന്നിയത്. ലാലേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അത്തരത്തിലുള്ള കൂതറ സാധനങ്ങളാണ് ഇവര് കൊടുക്കുന്നത്. എങ്ങനെ ഒരു മനുഷ്യൻ വന്നിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ശനി ഞായറാഴ്ച വന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും. അന്ന് നൂറ തന്നെ പറയുന്നുണ്ട്, ലാലേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാണ് ലാലേട്ടൻ ഇത് എങ്ങനെ വന്ന് ശനിയാഴ്ച ഞായറാഴ്ചയും വന്ന് പറയും. അകത്ത് അവർക്ക് തന്നെ ലാലേട്ടന്റെ കാര്യത്തിൽ കൺസേൺ ആണ്. പക്ഷെ ഈ നെവിന്റെ ഈ ഒരു ഇഷ്യൂ വരുമ്പോഴ സമയത്ത് ഇത് പറയാനുണ്ടായിരുന്നു, ഇത് നല്ല രീതിയിൽ പറയാനുണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ടത്ര ഗൗരവത്തോടെ എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു, സത്യമായിട്ടും തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നെവിൻ എന്തുകൊണ്ട് അനുമോളോട് ഇത്ര ഒരു ഇത്. അപ്പൊ അനുമോളും നൂറ് എല്ലാവരും പറയുന്നുണ്ട്, നെവിനാണ് ഇങ്ങോട്ട് കയറിയ പലപ്പോഴും ട്രിഗർ ചെയ്യുന്നത് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നത്. അനുമോൾ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല. അത് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നെവിനാണ് അങ്ങോട്ട് കയറി ചൊറിയുന്നത്. അനുമോൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതിന്റെ അടുത്ത് പോയിട്ട് ഇരിക്കുക, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക. അവിടുന്ന് എണീറ്റ് മാറിയിരുന്നാലും പിന്നെയും പുറകെ പോയിട്ട് പണി കൊടുത്തോണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ചൊറിയുന്നതും ആവശ്യമില്ലാതെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നെവിനാണ്. അത് ശരിയാണ്. ശല്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അനുമോളുടെ വായിന്ന് വരുന്ന വർത്താനം അതിനേക്കാളും തറ വർത്താനമാണ്. നമ്മൾ അതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നെവിന് ഇതിന്റെ ഒരു മറുപടി പറയുന്നത്, നെവിനെ പലപ്പോഴും ആണത്തമില്ലാത്തവൻ അല്ലെങ്കിൽ ആ ഒരു ജെൻഡർ വെച്ചിട്ട് പറയുന്ന ഒരു സംഭവം അത് നെവിൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് നെവിൻ പറയുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പോഴാണ്, ഈ ലാസ്റ്റ് വഴക്ക് വന്നപ്പോഴാണ് അനുമോൾ അതെടുത്ത് പറയുന്നത്. അതിന് മുമ്പ് പറയുന്നതായിട്ട് എന്റെ ഓർമ്മയിലില്ല. സത്യമായിട്ട് ഞാൻ മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ അദ്ദേഹം കേട്ടിട്ടില്ല. പക്ഷെ നെവിൻ പറയുന്നത് അതിന് മുമ്പും ഈ ഒരു രീതി പറയുന്നുണ്ടായിരുന്നു. പിന്നീട് പറയുന്നത് നോമിനേഷനിൽ നെവിന്റെ പേര് അനുമോള് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ്. പക്ഷെ ഇതൊന്നും അല്ല റീസൺ എന്നാണ് എന്റെ ഒരു ഇത്. ഇവന് ബേസിക്കലി അനുമോളെ കണ്ടുകൂടാ, അല്ലെങ്കിൽ ഇവൻ എങ്ങനെയൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട് അനുമോളാണ് ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുക്കുന്നത്. അനുമോൾക്ക് എഗനിസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ സീസൺ 4 റിയാസ് ഒക്കെ നിന്നൊരു പരിപാടിയുണ്ട്, റോബിൻ രാധാകൃഷ്ണൻ. അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യേ അല്ല ഞാനിത്. റിയാസ് എങ്ങനെയാണ് സർവൈവ് ചെയ്തത്? റോബിനെതിരെ, അത്രയും സപ്പോർട്ടുള്ള റോബിനെതിരെ വന്ന് കളിച്ച് കയറി വന്ന് വ്യക്തിയാണ് റിയാസ്. അതാണ് റിയാസിന്റെ ആ ഒരു ടാക്ടിക്സ്. ആ സെയിം ഏതാണ്ട് അതുപോലുള്ള ഒരു സംഭവമാണ് നെവിൻ ഇവിടെ കളിക്കുന്നത്. ഇവന് മനസ്സിലായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കോണ്ടന്റ് പുറത്തോട്ട് പോകുന്നത് അനുമോളുടെയാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന അനുമോളെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും ലാലേട്ടൻ വരുന്ന സമയത്ത് അനുമോളെയാണ് പൊരിക്കുന്നത്, അനുമോളുടെ കോണ്ടന്റിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ആ ഒറ്റ കാര്യം മതി, ആരുടെ കോണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ പുറത്തോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിടികിട്ടിയോ? ഇതൊക്കെ കൃത്യമായിട്ട് പുറത്തുനിന്ന് ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അകത്തോട്ട് കയറ്റിയത്. ഇങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ കോണ്ടന്റ് ആണ് പുറത്തോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പലരും നെവിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കയറിയ പലരുടെയും സുഹൃത്താണ് ഇവൻ. അഭിഷേക് ജയദേവ്, അതുപോലെ തന്നെ ജാൻമണി, ഇവരൊക്കെ ബിഗ് ബോസിൽ കയറിയ ടീംസ് തന്നെയല്ലേ. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുണ്ട് ഇവന്, ഇവരുടെ ഒക്കെ സുഹൃത്താണ്. ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് അങ്ങോട്ടോട്ട് പോയേക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് പോകുന്ന വ്യക്തി അനുമോളുടെയാണ്. അന്നേരം അനുമോൾക്ക് എഗനിസ്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവനും അവിടെ ഒരു സ്പേസ് കിട്ടും. ആ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് അങ്ങാണ്ടാണ് ഇവൻ ഈ ഒരു കളിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ബേസിക്കലി ഇവന് അനുമോളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവൻ സാബുമോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സാബുമോന്റെ അടുത്ത് അത് ചോദിക്കുന്നുണ്ട്. സാബുമോൻ പറയുന്നത് അവൻ നമ്മളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടില്ല, അതൊരു ഗെയിം സ്പിരിറ്റിന്റെ പുറത്താണ് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത്. എപ്പം തൊട്ടാണ് സാബുവിനെ നെവിൻ അറ്റാക്ക്
അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത്. സാബു എന്ന് പറയുന്ന പ്ലെയറിനെ ഇവന്മാർ ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റ് ചെയ്ത ഒരു പ്ലെയർ ആണ്. ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു പോകും എന്ന് വിചാരിച്ച ഒരു പ്ലെയർ ആണ്. പക്ഷെ ഇവൻ പലപ്പോഴും സിമ്പിൾ ആയിട്ട് എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നുണ്ട്. അബി പുറത്തുപോയി, ഒനീല് പുറത്തുപോയി, ലക്ഷ്മി പുറത്തുപോയി, അങ്ങനെ പലരും പുറത്തു പോയിട്ടും ജിഷിൻ പുറത്തുപോയി. ഇവരൊക്കെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് വന്ന വ്യക്തികളായിരുന്നു. ഇവരെയൊക്കെ കടത്തി വെട്ടിയിട്ട് ഇവനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവനും ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് നെവിന് മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷമാണ് നെവിൻ സാബുവിനെയും അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത്. വേറെ ആരും സാബുവായിട്ടുള്ള അടി ഉണ്ടാക്കിയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മറ്റേ ഫുഡിനെ പറ്റി. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാതെ ഒരു ദിവസം ഇരുന്നല്ലോ, അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് അക്ബർ എണീറ്റ് എന്ന് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഫസ്റ്റ് ദിവസം എൻഡ്യൂറൻസ് ടാസ്ക് കൊടുത്തു. ആദ്യത്തെ ടാസ്ക് തന്നെ ഭയങ്കര ഹെവി ആയിരുന്നു. അതിനകത്ത് കളിച്ച് ഞങ്ങളുടെ കൈ എല്ലാം പോയി. ഫസ്റ്റ് ദിവസം കൂടെ മറ്റുള്ള സാധനത്തിന് അതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ആ ഒരു ടാസ്ക്, ആ ടാസ്കിനകത്ത് ഈ അക്ബറും നെവിനും ഒക്കെ നിന്ന സമയം ഞാൻ പറയാം. ഫസ്റ്റ് ടാസ്ക് അതാണ്. അതിനകത്ത് രാത്രി 10 മണിക്കാണ് ഈ ഒരു ടാസ്ക് തുടങ്ങുന്നത്. 10 കഴിഞ്ഞപ്പോൾ നെവിൻ ഔട്ടായി. അവൻ ഇറങ്ങി. ഒരു 15 മിനിറ്റ് തികച്ച് അവൻ ആ ടാസ്ക് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു 10:25 ആയപ്പോഴത്തേക്കും അക്ബറും ഇറങ്ങി. 25 മിനിറ്റ് ആണ് അക്ബർ അതിനകത്ത് ആ ഒരു ടാസ്ക് നിന്നത്. എന്നാൽ ഫസ്റ്റ് കിട്ടിയ ആര്യനും സാബു ഒക്കെ ഓൾമോസ്റ്റ് 6 hours ആണ് നിന്നത്. ആര്യൻ കിച്ചൺ ടീമിലുള്ള വ്യക്തിയാണ്. ആര്യൻ വന്നിട്ട് ഈ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും. ഈ 10 മിനിറ്റും 25 മിനിറ്റ് നിന്ന അക്ബർ വന്നിട്ട് പറയുകയാണ് അത് ഭയങ്കര പരിപാടിയായിരുന്നു ലാലേട്ടാ, ഞങ്ങളുടെ കൈ എല്ലാം പോയി. ഉളുപ്പുണ്ടോ ചങ്ങായി നിനക്ക്? ആര്യൻ കൃത്യമായിട്ട് അന്ന് നൂറെ എടുത്ത് വന്ന് സോറി പറയുന്നുണ്ട്. അവൻ മാന്യത കാണിച്ചു. എടി എനിക്ക് തൊട്ട് മുമ്പത്തെ ദിവസം വയ്യായിരുന്നു, 6 hours നിന്നിട്ട് വയ്യായിരുന്നു, അതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവൻ പറയുന്നുണ്ട്. പക്ഷെ ഇവന്മാർ ഈ മുടന്ന ന്യായമാണ് പറയുന്നത്. ഇത് കേട്ടോട് ലാലേട്ടൻ നിൽക്കുന്നുണ്ട്. ലാലേട്ടന് ചോദിച്ചൂടെ, നീയൊക്കെ ആദ്യമേ ഇറങ്ങിപ്പോയ വ്യക്തികളല്ലേ? ആ ഒരു ടാസ്കിൽ ആദ്യം ഷാനവാസ് ഇറങ്ങി, രണ്ടാമത് നെവിൻ ഇറങ്ങി, മൂന്നാമത് അനീഷ് ഇറങ്ങി, നാലാമത് അക്ബർ ഇറങ്ങുകയാണ്. 1/2 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയ ടീംസ് ആണ്. എന്നിട്ട് വന്നിട്ട് ഡയലോഗ് അടിക്കുന്നു. ഇത് കഴിഞ്ഞ് ലാലേട്ടൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ ആഴ്ച തന്നെ ടിക്കറ്റ് ടു ഫിനാലെ ഉണ്ട്, പിന്നെ നിങ്ങൾ തന്നെ എന്തിന് കിച്ചൺ ടീം ആയി എന്നൊരു ചോദ്യമാണ്. അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ എന്ന ചോദിക്കൊന്നുമല്ല, ലാലേട്ടൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അതൊരു മണ്ടൻ തീരുമാനമാണെന്ന് എനിക്ക് തോന്നണില്ല. ഒന്ന്, കിച്ചൺ ടീം ആയി കഴിഞ്ഞാലുള്ള ഗുണം, തോന്നുമ്പോൾ കിച്ചണിൽ കയറാം, മറ്റുള്ളവരറിയാതെ ഫുഡ് എടുത്തടിക്കാം. ഓരോ ടാസ്ക് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ ടാസ്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ ടാസ്കിന്റെ പേര് പറഞ്ഞാണെങ്കിലും മറ്റുള്ളവരുടെ ഫുഡ് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എനർജി കുറയ്ക്കുകയും അവരെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാതിരിക്കാനും പറ്റും. വേണമെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി അവന്മാർ പിടിച്ചതാണെന്ന് നമുക്ക് പറഞ്ഞൂടെ? ഇവര് മനഃപൂർവ്വം പണി കൊടുക്കാൻ വേണ്ടി തന്നെ, ആ ബാക്കിയുള്ള ആളുകൾക്ക് ആഹാരത്തിനകത്ത് പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവന്മാര് 3 പേരും കൂടെ കിച്ചണിലോട്ട് കയറിയത്. ആ ചാടിത്തുള്ളി വന്ന് ഞങ്ങൾ അങ്ങ് കിച്ചൺ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നതിനകത്തുണ്ട്, ആ ആഹ്ലാദത്തിനകത്തുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കി തരുന്ന നീയൊക്കെ കഴിച്ചാൽ മതി എന്നാണ് അന്ന് നെവിൻ പറയുന്നത്. കേട്ടവർക്ക് മനസ്സിലാവും. ഇവന്മാര് വിചാരിച്ച പോലെ പണി നടന്നില്ല. അതാണ് ഇതിങ്ങനെ ആയത്. മനസ്സിലായോ? പിന്നെ ഷാനവാസിന്റെ ആ ഒരു കാര്യം, ആ ഒരു ഇഷ്യൂവിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അന്നേരം നെവിൻ പറയുകയാണ് അതൊരു റിഫ്ലെക്സ് ആയിരുന്നു. അതെങ്ങനെയാണ് മോനെ റിഫ്ലെക്സ് ആവുന്നത്? ഒരാളെ പുറത്തിങ്ങനെ പാലും ഒഴിക്കുന്നത് എങ്ങനെ റിഫ്ലെക്സ് ആവുന്നത്? എന്നിട്ട് കവർ എടുത്ത് എറിയുന്നത് അതെങ്ങനെ റിഫ്ലെക്സ് ആവുന്നത്? റിഫ്ലെക്സ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0.2 സെക്കൻഡ് ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇത് നിന്റെ ദേഷ്യം, നിന്റെ ഫ്രസ്ട്രേഷൻ അവിടെ തീർത്തു എന്ന് പറ. അതാണ് കറക്റ്റ് ആയിട്ട് പറയാം. അതിന് റിഫ്ലെക്സ് ആയിട്ടൊന്നും അങ്ങനെ അങ്ങ് ലഘൂകരിച്ചൊന്നും കാണരുത്. അവനെ ഒരു തന്നെ കാരണം നോക്കി അങ്ങ് പൊട്ടിച്ചിട്ടാണ് നിന്റെ റിഫ്ലെക്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത് കഴിഞ്ഞിട്ട് അനീഷിന്റെ അടുത്ത് ലാലേട്ടൻ നെവിന്റെ കിച്ചൺ ഭരണത്തെ പറ്റി ചോദിക്കുമ്പോൾ അനീഷ് എണീറ്റ് എന്ന് പറയുന്നുണ്ട് നെവിൻ എന്തോ ബാധ കയറിയ പോലാണ് നെവിൻ പ്രവർത്തിക്കുന്നത്. നെവിന് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും, നെവിന് തോന്നുമ്പം ഭക്ഷണം കഴിക്കും. അതായത് നെവിന് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് തോന്നുന്ന സമയത്ത് തോന്നിയ ഭക്ഷണം കൊടുക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അക്ബറിന്റെ ഒക്കെ മുഖം എപ്പോ നമ്മളൊക്കെ എപ്പോ കഴിച്ച് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. ഈ ഒന്നും അറിയാത്ത പോലെ ഒരു ഇത്. അന്നേരം അക്ബറിനെ പൊക്കുന്ന സമയത്ത് അയ്യോ ഇല്ല ലാലേട്ട എന്നങ്ങോട്ട് അങ്ങോട്ട് അക്ബർ വരുമ്പോഴത്തേക്കാണ് ലാലേട്ടൻ മറ്റേ ബ്രെഡ് പാലിനകത്ത് പിച്ചി പറിച്ചിട്ടിട്ട് ഇവന്മാര് 3 പേരുടെ കഴിക്കുന്ന ആ ഒരു സാധനം എടുത്ത് പറയുന്നത്. അപ്പോ അക്ബർ കഴിച്ചതാ ലാലേട്ട കഴിച്ചതാ. ഇത് കഴിഞ്ഞിട്ട് നൂറെ എടുത്തും ചോദിക്കുന്നുണ്ട് കഴിച്ചോന്ന്, നിങ്ങൾ കഴിച്ചോന്ന്. എന്നിട്ട് നൂറ പറയുന്നുണ്ട് അവർക്ക് കഴിക്കാമെങ്കിൽ ഞങ്ങൾ കഴിക്കാം, അവിടെ ഇപ്പൊ നന്മവരം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മള് എല്ലാവർക്കും കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കുന്ന ഒരു സാധനം ഒരുത്തം മാത്രം ഒറ്റയ്ക്ക് ഒന്ന് മുണുങ്ങുന്നുണ്ടെങ്കിൽ ഇവരെടുത്ത് കഴിക്കുന്നതിനകത്ത് തെറ്റു പറയാൻ പറ്റത്തില്ല. ഇന്നലെ തന്നെ മറ്റേ യോഗേർട്ട് അത് പകുതിയോളം ആ ഒരു പാട്ടക്കകത്ത് ഉണ്ടായിരുന്നില്ല. അന്നേരം നെവിന്റെ അടുത്ത് ചോദിച്ച സമയത്ത് നെവിൻ പറഞ്ഞു അത് ഞാൻ കഴിച്ചതാണ്, പക്ഷെ ഇത്രയും ഞാൻ കഴിച്ചിട്ടില്ല, അത് വേറെ ആരോ ആണ് കഴിച്ചതെന്നാണ് ഇവൻ പറയുന്നത്. ആ സമയത്ത് അക്ബറും ചോദിക്കുന്നുണ്ട് ഈ പകുതിയാണോ നിന്റെ പോഷൻ? നെവിൻ പറഞ്ഞത് എന്താണ്, എന്റെ പോഷൻ മാത്രമേ ഞാൻ കഴിച്ചോളൂ. ഇന്ന് ലാലേട്ടന്റെ മുന്നിൽ വന്ന സമയത്ത് നെവിൻ പറഞ്ഞു ഞാനത് കഴിച്ചതാ, പകുതി ഇവൻ കഴിച്ചതാ. ഒന്ന് ആലോചിച്ച് നോക്കും, ഇത്രയും വലിയൊരു ടിന്നുണ്ട്, അവിടെ 9 പേരുണ്ട്, അതിന്റെ പകുതി ഇവൻ വെട്ടി നക്കി. എന്നിട്ട് ഇവൻ അന്ന്
പറയുന്നത് കള്ളത്തരമാണ്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറഞ്ഞു ഞാൻ കഴിച്ചതാണ്. ഈ നാറിയെ എന്തോ പറയാനാ, ഇങ്ങനെ മുക്കി നക്കി വെട്ടാനല്ലാതെ ഇവനെ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനുശേഷം ഷാനവാസിന്റെ ആ ഒരു ഇഷ്യൂവിൽ ഇവര് ഷാനവാസിനെ കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടും കൊണ്ടുപോകാത്തതിന്റെ കാര്യം ലാലേട്ടൻ പറയുന്നുണ്ട്. 8 മിനിറ്റ് ആണ് ഷാനവാസ് അവിടെ കിടന്നത്. ബിഗ് ബോസ് 4 തവണ അനൗൺസ് ചെയ്തു കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോവാ എന്ന് 4 തവണ അനൗൺസ് ചെയ്തു. എന്നിട്ടും ഇവര് ഷാനവാസിനെ കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുവരുന്നതിന് പകരം അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയായിരുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ ആ വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ഇഷ്യൂവിന്റെ. അതിനകത്തും ക്ലോസ് ഷോട്ട്സ് ഒന്നും വെച്ചിട്ടില്ല, ലോങ് ഷോട്ടാണ് ആ ഒരു അടിയുടെ വെച്ചേക്കുന്നത്. ഷാനവാസിനെ നെഞ്ചത്ത് നെവിൻ ഇങ്ങനെ കവർ എടുത്ത് എറിയുന്ന ആ ഒരു ഷോട്ട് ഇപ്പോഴും വെച്ചിട്ടില്ല. അവരുടെ കയ്യിലുണ്ട് ആ ഒരു ലോങ് ഷോട്ട് അല്ലാതെ ക്ലോസ് ഷോട്ട് ഉണ്ട്, കൃത്യമായിട്ട് നെഞ്ചത്ത് എറിയുന്ന ആ ഒരു ഷോട്ട് ഉണ്ട്, അത് വെച്ചിട്ടില്ല. ഇവിടെ 8 മിനിറ്റിന്റെ കഥ ലാലേട്ടൻ പല തവണയായിട്ട് എടുത്ത് പറയുന്നുണ്ട്. എനിക്ക് അത്ര ഒറ്റ ചോദ്യം ബിഗ് ബോസിനടുത്ത് ചോദിക്കാനുള്ളൂ. ഒരു മനുഷ്യനോട് വയ്യ അടക്കാണ്, ഈ പാഴുകൾ ആരും പുള്ളിയെ പൊക്കിയെടുത്ത് കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുവരുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പ് ഷാനവാസിന് ഉണ്ടായില്ല? ഇവർ കൊണ്ടുവരാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്തിനു വെയിറ്റ് ചെയ്തു? എനിക്കറിയില്ല. അത് സീരിയസ്ലി അങ്ങനെയൊക്കെ പറ്റിപ്പോയിരുന്നെങ്കിലോ ആ 8 മിനിറ്റ് കൊണ്ട് ഇവർ കൊണ്ടുവരും എന്ന് വിചാരിച്ചിരിക്കുകയാണോ? നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ? ഒരു വിവരവും ബോധവും ഇല്ലാത്ത ടീംസ് ആണ്. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇവർ കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലല്ലോ അവർ ചിലപ്പോൾ ഗെയിം കളിക്കാൻ നോക്കുമായിരിക്കും അതിനിടയിൽ കൂടെ. പക്ഷെ ആ മനുഷ്യന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളത് ബിഗ് ബോസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അവിടെ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടുണ്ട്. അവിടെ പലതവണ ഷാനവാസ് അവിടെ കിടക്കുകയാണ്. ഷാനവാസ് തന്നെ പറയുന്നുണ്ട് എനിക്ക് കിടന്നാൽ മതി, ഇപ്പൊ നടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുമ്പോൾ അനീഷും അക്ബറും എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ പുറത്തു പോയി നിൽക്കാം, ബിഗ് ബോസ് അകത്തോട്ട് ആളെ വിടാൻ പറഞ്ഞിട്ട് പോലും ബിഗ് ബോസിന്റെ ഭാഗത്തൊന്നും ഒരു ആക്ഷനോടെ ഉണ്ടായിട്ടില്ല. പറയുമ്പോൾ നമ്മൾ അതും പറയണമല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൽ വിശ്വസിച്ച് അവർ കൊണ്ടുവരുമെന്നും വിശ്വസിച്ച് ഇരിക്കാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് നെവിനെ പൊക്കുന്നുണ്ട്. നെവിനെ പൊക്കിയിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് നെവിൻ ഇത്ര അഗ്രഷൻ? അപ്പൊ നെവിൻ പറയും ഇന്റൻഷനലി ചെയ്തതല്ല ലാലേട്ടൻ. ലാലേട്ടൻ പറയാണ് ഇന്റൻഷനലി ചെയ്തല്ലെങ്കിൽ പിന്നെ ഇത് എന്താണ്? മറുപടി ഇല്ല, കടന്ന് പപ്പടിക്കുകയാണ്. പിന്നീട് അക്ബറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഡ്രാമയാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് അക്ബർ ലാലേട്ടന്റെ മുന്നിൽ നിന്നിട്ട് അക്ബറിനൊന്നും പറയാനില്ലാതെ ഇങ്ങനെ ബബ്ബ അടിച്ച് പറയുന്നത്. സാധാരണ നിങ്ങൾ എല്ലാ എപ്പിസോഡും നോക്കിക്കഴിഞ്ഞാൽ അക്ബർ എണീറ്റ് നിന്ന് നല്ല സ്റ്റോൺ ആയിട്ട് നിന്ന് വിക്കൊന്നും വരാത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടന്റെ മുന്നിൽ നിന്നിട്ട്. ഇവിടെ പലയിടത്തും അക്ബറിന്റെ സൗണ്ട് ഇടറുന്നുണ്ട്, അക്ബർ പപ്പ അടിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ എന്ന് പറയാണ് പുള്ളി അത് ആദ്യം വീണപ്പം നമ്മള് ഡ്രാമയാണെന്നാണ് വിചാരിച്ചത്, പിന്നീട് ഡ്രാമയല്ലെന്ന് മനസ്സിലായ സമയത്ത് ഹൃദയത്തിൽ നിന്ന് നമ്മളത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എത്രയും പെട്ടെന്ന് കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. ഹൃദയത്തെയും ശ്രമിച്ചോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. പക്ഷെ അക്ബറിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഷാനവാസ് കിടന്ന് വിറയ്ക്കുന്ന കണ്ടപ്പോൾ അക്ബറിന് മനസ്സിലായി. ഒന്നാമത് അക്ബറിന്റെ അടുത്ത് ഷാനവാസിന്റെ സിറ്റുവേഷൻസിനെ പറ്റി ഷാനവാസ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്, അക്ബറിന് നല്ല രീതിയിൽ അറിയാം. അന്നേരമായിരിക്കും അക്ബറിന് ഇത് ഓർമ്മ വന്നത്. അക്ബർ അതിനുശേഷം അക്ബർ ജെന്യൂനായിട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകമായിട്ടായിരിക്കും ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് രണ്ടുകൂടെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും അവിടെ അക്ബർ എഫേർട്ട് ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല കൺഫെഷൻ റൂമിലോട്ട് കയറുന്ന സമയത്തും അക്ബർ പുറത്ത് നിന്നത്. അവിടെയും ഈ തോന്നിവാസം ചെറ്റത്തരം കാണിച്ചത് ഈ നെവിനാണ്. ഒരു കാര്യമില്ലാതെ നിങ്ങൾക്ക് മാത്രം കൺഫെഷൻ റൂമിൽ കയറിയാൽ മതിയെന്ന് ചോദിച്ചിട്ട് ഈ അനുമോളോടും ആദിലോടുള്ള ദേഷ്യത്തിന് നമുക്കും കയറാമെന്നും പറഞ്ഞിട്ട് ഇടിച്ചു കയറി അതിന്റെ അകത്തോട്ട് ചെന്ന് കയറുന്നുണ്ട് നെവിൻ. ഒരു മനുഷ്യനെ കൊണ്ടുചെല്ലുമ്പോഴും അവിടെയും അവൻ ഗ്രഡ്ജ് വെച്ചിട്ടാണ് നെവിൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നെവിനെ വെള്ളപൂശാൻ വേണ്ടി കുറെ ടീംസ് വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ കേട്ടോ? സീരിയസ്ലി അത് വെർഷൻ ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ കോമഡി വരുന്നു. കുറെ അമ്മമാർ ഇതാണ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയച്ചു തരുന്നുണ്ട് അനന്തു ഒന്ന് കണ്ടുവെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്റെ ഒപ്പീനിയനാണ് പറയുന്നത്. എനിക്ക് ആരും മറ്റുള്ളവർക്ക് റിവ്യൂ ഒന്നും അയച്ചു തരേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് ആണ് ഞാൻ പറയുന്നത്. അവരുടെ പെർസ്പെക്റ്റീവ് അവർ പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. കാണുന്നവർ അത് കണ്ടാൽ മതി. നെവിനെ ഭൂഷാതിരിക്കുക എന്താണെങ്കിലും ചെയ്തോട്ടെ, നോ ഇഷ്യൂ. എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ആ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ബിഗ് ബോസ് തുടങ്ങാൻ തൊട്ടേ എനിക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നെവിൻ. എനിക്ക് പ്രത്യേകിച്ച് ഗ്രഡ്ജോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഇവന്റെ ആറ്റിറ്റ്യൂഡും ഇവന്റെ സംസാരവും ഒന്നും വലിയ താല്പര്യമൊന്നും എനിക്കില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അന്നും ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇന്നും സപ്പോർട്ട് ചെയ്യുന്നതുമില്ല. ഇവനെ സപ്പോർട്ട് ചെയ്യാതിരുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ലിങ്ക് എടുത്ത് ഇത് റിവ്യൂ ആണ് അനന്തു, ഇത് ഞാനൊന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരിക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആ റിവ്യൂ ആണ് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങോട്ട് അവിടെ പോയി കണ്ടാൽ മതി. അത് കണ്ടിട്ട് ഞാൻ എന്റെ ഒപ്പീനിയൻ ഒന്നും മാറ്റാൻ പോണില്ല. മാറ്റേണ്ടതാണെങ്കിൽ മാറ്റും. എന്റെ പെർസ്പെക്റ്റീവ് തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ മാറ്റും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്റെ ഒപ്പീനിയനകത്ത് ഉറച്ചു നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് അനുമോൾ എടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അനുമോൾ എടുത്ത് ചോദിക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നത് അക്ബറാണ് ഇതിനെല്ലാത്തിനും കാരണം. കാര്യം ഈ ഒരു പ്രശ്നം തുടക്കമിട്ടത് അക്ബറാണ്. ആ ഒരു പാത്രം പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക വന്നതും അതിനകത്ത് പൊടിയുണ്ടെന്നും പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത് അക്ബറാണ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അക്ബറിന് പൊട്ടുന്നുണ്ട്. അക്ബറും അനുമോളും അവിടെ കടന്ന് ലാലേട്ടന്റെ മുന്നിൽ കിടന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പല തവണയായിട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അനുമോളൊക്കെയാണ് കൂടുതലും ഈ ലാലേട്ടന്റെ ഒരു റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിൽ സംസാരിക്കുക. ലാലേട്ടൻ ഇന്നത് വലിയൊരു കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലാലേട്ടനും ഇവർ പറയുന്ന കാര്യങ്ങൾ പൊക്കറ്റ് കൈയിട്ടുകൊണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്.
പറയുകയാണ് എന്താന്ന് വെച്ചാൽ കടന്ന് കാട്ടിക്കൂട്ടട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പുള്ളി നിൽക്കുന്നത്. അങ്ങനെ അക്ബർ അനുമോളോട് കടന്ന് ബഹളം വെക്കുന്നു. അക്ബർ പറയുന്നു ലാലേട്ട ഇത് വളച്ചൊടിക്കാൻ വേണ്ടി സംസാരിക്കുകയാണ്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് അനുമോൾ എന്താണെന്ന് പറയുന്നത് കേൾക്കട്ടെ. അങ്ങനെ അനുമോള് പറയുകയാണ് രാത്രിയിലൊക്കെയാണ് നമ്മൾ പാത്രം കഴുകുന്നത്, അതായത് ഇതിനകത്ത് എന്തൊക്കെ പൊടിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാനൊന്നും പറ്റത്തില്ല, ലൈറ്റ് ഡിമാവുന്നതാണ്, സാധാരണ രീതിയിൽ എല്ലാ വട്ടവും ഇതുപോലെ പൊടിയൊക്കെ വരാറുള്ളതാണ്. അപ്പൊ നമ്മൾ കിച്ചണിൽ കയറുന്ന സമയത്ത് ഈ പൊടി നമ്മൾ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് അത് ചെയ്യാറുണ്ട്. ഇത് ഇവര് മനഃപൂർവ്വം ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു പാത്രം പൊക്കി പിടിച്ചുകൊണ്ട് വന്നതെന്നാണ് അനുമോളുടെ ഒരു വെർഷൻ. അത് ഒരു പരിധി വരെ ശരിയാണ്. ആ പാത്രത്തിനകത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും അതിനകത്ത് പൊടി പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കണം. എത്ര തവണ രാത്രിയിൽ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ രാത്രിയിൽ പാത്രം കഴുകി വെക്കുന്ന സമയത്ത് 100% ക്ലീൻ ആയിട്ടൊന്നും കഴുകി വെക്കാൻ പറ്റില്ല, ചിലപ്പോൾ പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കും. ഇവന്മാരത് മനഃപൂർവ്വം ഇന്റൻഷനലി ഇതൊരു ഇഷ്യൂ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ അവിടെ ഉണ്ടാക്കിയതാണ്. ഇതിനുശേഷം ആര്യൻ അനുമോളെ ഇങ്ങനെ കൈ പിടിച്ച് തിരിച്ചിട്ട് ഇങ്ങനെ എറിയുന്ന ആ ഒരു സംഭവം, അതിനെപ്പറ്റി അത് അനുമോളുടെ അടുത്ത് ചോദിക്കും. അനുമോള് ആ ഒരു സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യും. ആര്യന്റെ അടുത്ത് ചോദിക്കും, ആര്യനും ആര്യന്റെ വെർഷൻ പറയും. ലാലേട്ടൻ കേൾക്കും. സ്കിപ്പ്. ഓക്കെ, നെക്സ്റ്റ്. നോ മോർ കമന്റ്സ് ഫ്രം ലാലേട്ടൻ. ഇത് കഴിഞ്ഞിട്ട് നെവിനെ പൊക്കുന്നുണ്ട്. എന്താ മോനെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നെവിൻ എണീറ്റ് എന്ന് പറയുന്നുണ്ട്, ഈ ആദിലയും അനുവും നൂറയൊക്കെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു നറേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ആരാ കൊണ്ടുവന്നത്? അപ്പൊ ആദിലയുടെ ചോദിക്കുകയാണ്, അങ്ങനെ പറഞ്ഞത് ശരിയാണോ? അപ്പൊ ആദില പറയുന്നുണ്ട്, അത് അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നതാ, ഇവരുടെ അപ്പോഴത്തെ ഒരു ബിഹേവിയറിൽ നിന്ന് ആ ഒരു ഫ്ലോയിൽ വന്നു പോയതാണ് ലാലേട്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആദില പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. നെവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് എന്തെങ്കിലും പറ്റി പുള്ളി പുറത്തു പോക്കോട്ടെ, ഞാൻ ഫിസിക്കൽ അസോൾട്ടിനും ഞാനും പുറത്തു പൊക്കോളാം. ആ ഒരു ലാഘവത്തോടു കൂടിയാണ് നെവിൻ അത് പറഞ്ഞത്. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അന്ന് നെവിൻ അവിടെ സോഫയിൽ ഇരുന്ന് പറയുകയാണ്, പുള്ളി പുറത്തു പോട്ടെ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബിഗ് ബോസ് പറയുകയാണെങ്കിൽ ഞാൻ ഫിസിക്കൽ അസോൾട്ടിന് വേണ്ടി പുറത്തു പോവാം, പ്രോബ്ലം സോൾവ്ഡ്. ഇതാണ് അവൻ അടിച്ച ഡയലോഗ്, പ്രോബ്ലം സോൾവ്ഡ്. ഒരാള് ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് അയാള് വയ്യാതെ പുറത്തോട്ട് പോയി, ഇവൻ ആ ഒരു ഷോയിൽ നിന്ന് എവിക്റ്റ് ആയി പോയി, അവന് പ്രശ്നം അവിടെ തീർന്നു, പ്രോബ്ലം അവിടെ സോൾവ് ആയി. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുടെ കണ്ടീഷൻ എന്താണ്, അങ്ങേർക്ക് എന്തെങ്കിലും പറ്റിയോ, അതൊന്നും ഇവന്റെ കൺസേൺ അല്ല. മനസ്സിലായോ കാര്യം? അത്രയും ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു അന്ന് അവൻ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇന്ന് ഇവൻ വന്നിട്ട് ഡ്രാമ കളിക്കുകയാണ്. എന്നിട്ട് അന്ന് ഇവൻ വേറൊരു ഡ്രാമയും കൂടെ കളിച്ചു, അത് ഡ്രാമ തന്നെയാണ്. ഇവൻ പറയുന്നുണ്ട്, ബിഗ് ബോസ് അന്തരം പറഞ്ഞു വിടുവാണെങ്കിൽ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് നിന്നേത്. അവന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവൻ ഇവിടുന്ന് പോകാൻ തയ്യാറായി റെഡിയായി നിന്നു, വെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് നിന്നേത് എന്നാണ് നെവിൻ പറയുന്നത്. ഇത് അവന്റെ നമ്പർ 1 ഡ്രാമയാണ്. അന്ന് അവൻ പറഞ്ഞതാണ്, ഷാനവാസ് തിരികെ വരുവാണെങ്കിൽ ഇവരെ ഡ്രാമ കാണാൻ വയ്യാത്തോണ്ട് ഞാൻ പോവാണ് എന്നൊരു ഡയലോഗാണ് അന്ന് അവൻ അവിടെ ഇരുന്ന് അടിച്ചത്. അല്ലാതെ അവന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവൻ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിന്നൊന്നുമല്ല. എന്തൊരു മാനിപ്പുലേറ്റീവ് ആയിട്ടാണെന്നറിയാം ഇവൻ ഇന്ന് സംസാരിച്ച ലാലേട്ടന്റെ മുന്നിൽ. ശുദ്ധ നുണയാണ് എല്ലാം പറഞ്ഞത്. അവന്റെ ഫേസിനകത്ത് അവൻ ഇങ്ങനെ കടുംപിടിച്ചിരിക്കുന്ന ഇരുത്തക്കകത്ത് തന്നെ അവൻ പക്ക ഫേക്ക് ആയിട്ടാണ് നിന്നത്. ഇതിനുശേഷം ലാലേട്ടൻ പറയുകയാണ്, നെവിൻ എവിക്ഷനിലുള്ള ആളല്ലേ, നെവിൻ ഈ തവണ എവിക്ഷനിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ പറയാം നെവിൻ എന്ത് പണി കൊടുക്കാം, ഇപ്പൊ ഇരുന്നോ എന്നും പറഞ്ഞ് അവിടെ ഇരുത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നെവിനുമായിട്ട് സംബന്ധിച്ച് ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ. സോ നാളെ അറിയാൻ പറ്റത്തുള്ള എന്ത് പണിഷ്മെന്റ് ആണ് നെവിന് കൊടുക്കുന്നതെന്ന്. എന്തെങ്കിലും ഒരു ചക്രക്കുള്ളി പണിഷ്മെന്റ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് ഒരൊറ്റ കാര്യം ഇവിടെ പറയാനുള്ളൂ, ഇപ്പൊ നെവിൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട്, ലാലേട്ടന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പണിഷ്മെന്റ് കൊടുക്കുന്നത്. അന്ന് അനുമോളുടെ ആ ഒരു കേസിൽ അത്രയും അനുമോള് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അനുമോള് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് പോലും ബിഗ് ബോസിന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും അനുമോളെ അന്ന് ലാലേട്ടൻ ഫയർ ചെയ്തു, ഭയങ്കരമായിട്ട് ലാലേട്ടൻ വലിച്ചു കയറി അനുമോളെ. എന്നിട്ട് അന്ന് അനുമോൾക്ക് പണിഷ്മെന്റ് വല്ലതും കൊടുത്തോ? ഒന്നും കൊടുത്തിട്ടില്ല. അനുമോള് ഇവിടെ നെവിൻ തെറ്റ് ചെയ്തു, പണിഷ്മെന്റും കൊടുക്കുമെന്ന് പറയുന്നു. എന്നിട്ടും ഈ ഒരു സീരിയസ് ഇഷ്യൂവിനെ വളരെ ലൈറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത പോലാണ് എനിക്ക് ഈ ഒരു എപ്പിസോഡ് ഉണ്ടപ്പോൾ ഫീൽ ചെയ്തു. സോ ഇത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അനുമോളുടെയും അനീഷിന്റെയും ഒരു ലവ് ട്രാക്ക് ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇത് ലാലേട്ടനും അത് കൃത്യമായി വന്ന് നോട്ടീസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ പറ്റി, പിന്നെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിനെ പറ്റി പറയുന്നുണ്ട്. അതിനെയൊക്കെ പറ്റി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ദാണ്ട് ഇവിടെ കൊടുത്തേക്കാം. ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ശരി, ബൈ.